14 ഏക്കറിന്റെ നടുവിൽ 20 വർഷത്തിലേറെയായി ആൾതാമസമില്ലാതെ കിടക്കുന്ന വീട്. പോലീസ് നടത്തിയ പരിശോധനയിൽ ഫ്രിഡ്ജിൽ മനുഷ്യന്റെ തലയോട്ടിയും അസ്ഥികളും കവറുകളിൽ. അസ്ഥികൾ സൂക്ഷിച്ചിരിക്കുന്നത് മെഡിക്കൽ വിദ്യാർത്ഥികൾ പഠനത്തിന് ഉപയോഗിക്കുന്ന രീതിയിൽ. ചോറ്റാനിക്കരയിലെ ഈ ഒരു വീട് ഡോക്ടറുടേത്. ദുരൂഹത നിറഞ്ഞ ഈ കണ്ടെത്തലിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊലപാതകം നടത്തിയ ശേഷം ശരീരഭാഗങ്ങൾ കൊണ്ട് ഉപേക്ഷിച്ചതാണോ എന്നാണ് ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരുന്നത്. ചോറ്റാനിക്കര എരുവേലി പാലസ് സ്ക്വയറിന് സമീപത്ത് 12 ഏക്കർ പറമ്പിൽ 20 വർഷമായി ആൾതാമസമില്ലാത്ത വീട്ടിൽ ഫ്രിഡ്ജിനുള്ളിലാണ് അസ്ഥികളും തലയോട്ടികളും കണ്ടെത്തിയത്. കൊച്ചിയിൽ താമസിക്കുന്ന മംഗലശ്ശേരി ഫിലിപ്പ് ജോണിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ഒരു വീട്. ഇയാൾ വർഷങ്ങളായി കൊച്ചിയിലാണ് താമസം. ചോറ്റാനിക്കരയിലെ വീട് 20 വർഷമായി പൂട്ടിക്കിടക്കുകയായിരുന്നു. 14 ഏക്കറിന് നടുവിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. മെഡിക്കൽ വിദ്യാർത്ഥികൾ പഠനത്തിന് ഉപയോഗിക്കുന്ന രീതിയിലാണ് അസ്ഥികൾ സൂക്ഷിച്ചിരിക്കുന്നത്. നട്ടെല്ലടക്കമുള്ള അസ്ഥികൾ കോർത്തിട്ട രീതിയിലായിരുന്നു. മനുഷ്യന്റെ തലയോട്ടിയാണെന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രഥമ ദൃഷ്ട്യാ തലയോട്ടിക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് കരുതുന്നത്. വാരിയെല്ലുകൾ പ്രത്യേകം കവറിലും കൈകാലുകളിലെ വിരലുകൾ മറ്റൊരു കവറിലുമാക്കിയാണ് സൂക്ഷിച്ചിരുന്നത്. കാൽമുട്ടിലെ ചിരട്ടകൾ പൊടിഞ്ഞുപോയ നിലയിലായിരുന്നു. വീട്ടിൽ വൈദ്യുതി കണക്ഷനോ ഫ്രിഡ്ജിന് കംപ്രസറോ ഉണ്ടായിരുന്നില്ല. ഏകദേശം 20 വർഷത്തോളമായി ഈ വീട് അടഞ്ഞു കിടക്കുകയാണ്. 15 വർഷം മുൻപ് വരെ സ്ഥലത്തെത്തി പരിശോധിക്കുമായിരുന്നു. പിന്നീട് തിരക്കായപ്പോൾ ഡോക്ടർ ഫിലിപ്പ് ജോൺ ഇങ്ങോട്ട് വരാതെയായി. ഇതോടെ ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ കുത്തകയായി മാറി. ശല്യം സഹിക്കവയ്യാതെ നാട്ടുകാർ ചേർന്ന് പരാതിപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് പഞ്ചായത്ത് മെമ്പറുടെ ആവശ്യപ്രകാരമാണ് പോലീസ് വീടിനുള്ളിൽ പരിശോധന നടത്തിയത്. പരിശോധനയ്ക്കിടെ ഫ്രിഡ്ജിൽ നിന്ന് അസ്ഥികൂടവും തലയോട്ടിയും കണ്ടെത്തുകയായിരുന്നു. തലയോട്ടിക്ക് എത്ര പഴക്കമുണ്ട് എന്നതുൾപ്പെടെ കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചിട്ടില്ല. ചോറ്റാനിക്കര SHOയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി വിശദമായ അന്വേഷണം നടത്തുകയാണ്. ആരാണ് വീടിനുള്ളിലെ ഫ്രിഡ്ജിൽ തലയോട്ടി കൊണ്ടുവച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണം നടത്തി വരികയാണ്. സ്ഥലം പോലീസ് സീൽ ചെയ്തു. ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തും. വീട്ടുടമയായ ഡോക്ടറെയും പോലീസ് വിളിച്ചു വരുത്തി.